പിന്നെ ആൽക്കഹോളിക്സ് അനോണിമസും അതുപോലെ ഒരു വലിയ ശക്തിയുടെ സഹായമൊക്കെ ഉള്ളതുകൊണ്ട് ഇന്നത്തെ ദിവസം കുടിച്ചിട്ടില്ല. എന്തായാലും ഇത് ഇവിടെ ഇപ്പോ 11 മണി. ഈ സമയത്ത് ട്രഡീഷനെ കുറിച്ച് ഒരു കൂട്ടം ആൾക്കാരുടെ അടുത്തിരുന്ന് സംസാരിക്കുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്യുന്നത് എൻ്റെ ജീവിതത്തിൽ ഇതാദ്യമാണ്. എന്തായാലും എനിക്ക് വളരെയേറെ ഗുണം ചെയ്തു ഇതിലൂടെയൊക്കെ കടന്നു പോകാൻ. ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം, കഴിഞ്ഞ ഞായറാഴ്ചകളിൽ 6 പാരമ്പര്യങ്ങൾ കഴിഞ്ഞ് ഇത് 7ാമത്തെ പാരമ്പര്യമാണ്. ഇന്ന് ഈ ലിവിങ് സോബർ എന്ന് പറയുന്ന പുസ്തകത്തിൽ, സുബോധ ജീവിതം എന്ന് പറയുന്ന മലയാളം പുസ്തകത്തിലെ പേജ് 74, 75 എയുടെ സന്ദേശം വായിക്കുക എന്ന് നവാഗതന് വേണ്ടിയുള്ള ഒരു ചാപ്റ്റർ ഉണ്ട്. അതിൽ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ലിറ്ററേച്ചറിനെ കുറിച്ച് ഏതൊക്കെ ടെക്സ്റ്റുകളാണുള്ളതെന്നൊക്കെ എഴുതിയിരിക്കുന്നു. അതിൽ 12 പടികളും 12 പാരമ്പര്യങ്ങളും എന്ന് പറയുന്ന പുസ്തകത്തിനെയൊക്കെ മെൻഷൻ ചെയ്യുന്നതിന് മുമ്പ് ഈ വായന എത്രത്തോളം റിക്കവറിക്ക് പ്രധാനപ്പെട്ടതാണെന്ന് ഒരു നവാഗതന് കൊടുക്കുന്ന പുസ്തകമാണ് സുബോധ ജീവിതം. അതിൽ എഴുതിയിരിക്കുന്നത് പേജ് 75 സെക്കൻഡ് പാരഗ്രാഫില്, കൈമറിഞ്ഞു വരുന്ന ആശയങ്ങൾ കേൾക്കുന്നതിനേക്കാൾ അഭികാമ്യമാണ് എയുടെ തത്വങ്ങൾ അതിന്റെ മൂല സ്രോതസ്സിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ തന്നെ കുറച്ചുകൂടെ താഴെയുള്ള പാരഗ്രാഫിൽ, ആദ്യമായി ഓടിച്ചു നോക്കുമ്പോൾ ലഭിക്കുന്നതിനേക്കാൾ വളരെ കൂടുതൽ അഗാധമായ അർത്ഥതലങ്ങൾ ഗ്രന്ഥത്തിന്റെ നിരന്തരമായ വായനയിലൂടെ വെളിപ്പെടുമെന്ന് പുസ്തകം പതിവായി വായിക്കുന്ന വ്യക്തികൾ പറയുന്നു. അത് കഴിഞ്ഞിട്ട് 12 പടികളും 12 പാരമ്പര്യങ്ങളും എന്ന് പറഞ്ഞ പുസ്തകത്തിനെ പരിചയപ്പെടുത്തുന്നു. ബിൽ ഡബ്ല്യുവിനാൽ എഴുതപ്പെട്ട ഈ പുസ്തകത്തിൽ എയുടെ മൗലികമായ തത്വങ്ങൾ കൂടുതൽ ആഴത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നു. ഈ പുസ്തകം ചിലപ്പോൾ 12 എന്ന് വിളിക്കുന്നു. എയിലൂടെ സുബോധം പ്രാപിക്കലിന്റെ പദ്ധതിയെപ്പറ്റി ഗൗരവമായി പഠിക്കാൻ ആഗ്രഹിക്കുന്ന അംഗങ്ങൾ ബിഗ് ബുക്കിനോടൊപ്പം ഈ പുസ്തകവും പഠന ഗ്രന്ഥമായി ഉപയോഗിക്കുന്നു. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രകാശനത്തിന് ശേഷം 13 വർഷം കഴിഞ്ഞ് എഴുതപ്പെട്ട ഈ ചെറിയ പുസ്തകം, 12 പടിയും 12 പാരമ്പര്യവും ചെറിയ പുസ്തകമാണ്. വ്യക്തിയുടെ തലത്തിലും ഗ്രൂപ്പിന്റെ തലത്തിലും എയിലെ പെരുമാറ്റ ശൈലിയുടെ തത്വങ്ങളെ വിശദീകരിക്കുന്നു. വ്യക്തിയുടെ വളർച്ചയ്ക്ക് മാർഗനിർദ്ദേശകമായ 12 പടികൾ ബിഗ് ബുക്കിൽ വിവരിച്ചിരിക്കുന്നത് ചുരുക്കത്തിലാണ്. അതുപോലെ ആദ്യത്തെ പുസ്തകം പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞതിന് ശേഷമാണ്, ബിഗ് ബുക്ക് പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഗ്രൂപ്പുകളുടെ പ്രവർത്തന തത്വങ്ങളായ 12 പാരമ്പര്യങ്ങൾ പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ രൂപം പ്രാപിച്ചു വന്നത്. മറ്റെല്ലാ പ്രസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി അവ ഈ പ്രസ്ഥാനത്തെ അതുല്യമാക്കുന്ന മുഖമുദ്രകളാണ്. അപ്പോ മറ്റെല്ലാ പ്രസ്ഥാനത്തെക്കാളും വ്യത്യസ്തമായിട്ട് ഈ പ്രസ്ഥാനത്തെ അതുല്യമാക്കുന്ന മുഖമുദ്ര, അതിൽ വളരെ പ്രകടമായിട്ടുള്ളത് ഇതിന്റെ മെമ്പർഷിപ്പ് റിക്വയർമെന്റ് ആണ്. അംഗത്വത്തിന് വേണ്ടിയുള്ള നിബന്ധന. ഒരാള് സ്വയം ഞാനൊരു മെമ്പറാണെന്ന് പ്രഖ്യാപിക്കുന്ന നിമിഷം അയാൾ മെമ്പറാണ്. ആർക്കും അയാളെ പുറന്തള്ളാനോ അയാളെ മാറ്റി നിർത്താനോ ഒന്നും കഴിയില്ല. ഇതുപോലെ തന്നെ ഈ ആൽക്കഹോളിക്സ് അനോണിമസിനെ അതുല്യമാക്കുന്ന മറ്റൊരു മുഖമുദ്രയാണ് 7th ട്രഡീഷൻ. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ സ്വയം പര്യാപ്തമായിട്ട് നിൽക്കുന്ന ഒരു ശൈലിയും, അതോടൊപ്പം തന്നെ നമ്മളെ ഈ കൂട്ടായിട്ടുള്ള ഒരു ദാരിദ്ര്യത്തിൽ സ്വീകരിച്ചതിന്റെ ഒക്കെ ഒരു വിശദീകരണവും ഈ 7ാമത്തെ പാരമ്പര്യത്തിലുണ്ട്. നമ്മുടെ 12 പടികളും 12 പാരമ്പര്യങ്ങളും എന്ന് പറയുന്ന പുസ്തകത്തില് ഉള്ളടക്കത്തിൽ പേജ് 11 7ാം പാരമ്പര്യത്തെ കുറിച്ച് എഴുതിയിരിക്കുന്നത്, 7ാം പാരമ്പര്യം ഓരോ ഗ്രൂപ്പും പൂർണ്ണമായും സ്വയം പര്യാപ്തത പാലിക്കുന്നതോടൊപ്പം പുറമേ നിന്നുള്ള സാമ്പത്തിക സഹായം നിരസിക്കുകയും ചെയ്യണം. അതിന്റെ വിശദീകരണം, അതിന്റെ ഒരു ഡിസ്റ്റിൽഡ് ആയിട്ടുള്ള ആ ചാപ്റ്ററിന്റെ കാച്ചിക്കുറുക്കിയ സംഭവം കൊടുത്തിരിക്കുന്നത്, ഇത് അനുഭവിച്ചതുപോലുള്ള പേറ്റുനോവ് മറ്റൊരു പാരമ്പര്യത്തിനും സംഭവിച്ചിട്ടില്ലെന്ന്. ഇത് അനുഭവിച്ചതുപോലെ ഒരു പേറ്റുനോവ് മറ്റൊരു പാരമ്പര്യത്തിൽ സംഭവിച്ചിട്ടില്ല. കൂട്ടായ ദാരിദ്ര്യം ആരംഭകാല ആവശ്യം തന്നെയാണ്. ഭൗതികതയിൽ നിന്ന് ആത്മീയത വേർതിരിക്കേണ്ടതിന്റെ ആവശ്യകത. അത് കഴിഞ്ഞിട്ട് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ സാമ്പത്തിക ഫിനാൻഷ്യൽ പോളിസി ഡിക്ലെയർ ചെയ്യുകയാണ്. അതൊരു
ഒരു ഒന്നൊന്നര പോളിസിയാണ്. അത് ഒരു പ്രഖ്യാപനമാണ്. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ സാമ്പത്തിക തത്വശാസ്ത്രം 1-2 സെന്റൻസിൽ കൊടുത്തിരിക്കുന്നു. ആവശ്യത്തിന് മാത്രം ചിലവാക്കലും വിവേകപൂർണമായി ഭാവിയിലേക്ക് കരുതി വെക്കലുമാണ് എയുടെ കേന്ദ്ര നയം. പ്രൂഡന്റ് റിസർവ്. അത് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ നമ്മുടെ നയമാണ്. ആവശ്യത്തിന് മാത്രം ചിലവാക്കലും വിവേകപൂർണമായി ഭാവിയിലേക്ക് കരുതി വെക്കലുമാണ് എയുടെ കേന്ദ്ര നയം. ഇത് 12 ഉള്ളടക്കത്തിൽ ഈ പാരമ്പര്യത്തെ കുറിച്ച് വിശദീകരിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ട്രഡീഷന്റെ ലോങ് ഫോമിൽ ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന് പറയുന്ന അടിസ്ഥാന ഗ്രന്ഥത്തിലെ പേജ് 211 ലോങ് ഫോമിൽ കൊടുത്തിരിക്കുന്നത് എ ഗ്രൂപ്പ് അതാതിന്റെ അംഗങ്ങൾ സ്വമനസാല നൽകുന്ന സാമ്പത്തിക സഹായം കൊണ്ട് തന്നെ പൂർണ്ണമായ സ്വയം പര്യാപ്തത പാലിച്ചുകൊള്ളും. ഓരോ ഗ്രൂപ്പും സമ്പാദിക്കേണ്ട ഒരു ആദർശമുണ്ട്. എയുടെ പേര് പറഞ്ഞ് നടത്തുന്ന ഫണ്ട് ശേഖരണം അപകടകരമാണ്. അത് ഗ്രൂപ്പുകളോ ക്ലബ്ബുകളോ ആശുപത്രികളോ അതുപോലുള്ള ഏത് പ്രസ്ഥാനങ്ങൾ നടത്തിയാലും ശരി, അതുപോലെ ഏതെങ്കിലും സ്ഥാനത്ത് നിന്ന് സമ്മാനങ്ങൾ സ്വീകരിക്കുന്നതോ ഏതെങ്കിലും തരത്തിലുള്ള കടപ്പാടുകൾ സൃഷ്ടിക്കുന്നതോ സാമ്പത്തിക സഹായം പറ്റുന്നതോ ബുദ്ധിയല്ല. അതുപോലെ തന്നെ സാമാന്യ രീതിയിൽ കരുതൽ ധനം ഉണ്ടായിട്ടും പ്രത്യേക ഉദ്ദേശമൊന്നുമില്ലാതെ തന്നെ പിന്നെയും ധനം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ട്രഷറികളെ പറ്റി ഞങ്ങൾക്ക് വളരെ ഉത്കണ്ഠയുണ്ട്. വസ്തുവകകളുടെയും ധനത്തിന്റെയും അധികാരത്തിന്റെയും തർക്കങ്ങൾ വരുമ്പോൾ നമ്മുടെ ആത്മീയ സമ്പാദ്യം ഫലശൂന്യമായി തീരുമെന്ന് അനുഭവങ്ങൾ പലപ്പോഴും മുന്നറിയിപ്പ് തന്നിട്ടുണ്ട്. വളരെ ഈ ലോങ് ഫോമില് ഈ സാമ്പത്തിക കാര്യം മാത്രമല്ല പറഞ്ഞത്, നമ്മുടെ ഒരു വളരെ വളരെ ക്ലിയർ ആയിട്ട് പറയുന്ന ഒരു സ്പിരിച്വൽ ആത്മീയ പാപ്പരത്വം വരുന്ന 3 മെയിൻ ഘടകങ്ങൾ: ധനം, അധികാരം, ധനത്തിന്റെ ഭാഗമായിട്ടുള്ള വസ്തുവകകൾ. എന്തായാലും ലോങ് ഫോമിൽ അത്രയും പറഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ ഈ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഏതെങ്കിലും ലിറ്ററേച്ചറിൽ 7ാമത്തെ പാരമ്പര്യത്തെ കുറിച്ച് വിശദീകരണം ഉണ്ടോ എന്ന് നോക്കിയപ്പോൾ പ്രതിദിന മനനങ്ങളിൽ 7ാം പാരമ്പര്യത്തെ കുറിച്ച് 3 ഷെയറിങ്ങുകൾ ജൂലൈ 216 പേജില്, അതുപോലെ 219 പേജില്, 220 പേജിൽ ഡെയിലി റിഫ്ലക്ഷനിൽ. അപ്പോൾ അതിൽ ആദ്യത്തെ ജൂലൈ 26 അല്ലെങ്കിൽ 216 പേജിലെ 7ാമത്തെ പാരമ്പര്യത്തെ കുറിച്ചുള്ള റിഫ്ലക്ഷൻ ഓരോ ഗ്രൂപ്പും സ്വയം പര്യാപ്തത പാലിക്കുന്നതോടൊപ്പം പുറമേ നിന്നുള്ള സാമ്പത്തിക സഹായം നിരസിക്കുകയും വേണം. 12 പേജ് 160 എന്ന് പറഞ്ഞിട്ട് ഒരു അംഗത്തിന്റെ ഒരു ഷെയറിങ് കൊടുത്തിട്ടുണ്ട്. അതില് വളരെ കൃത്യമായിട്ട് ഈ 7ാമത്തെ പാരമ്പര്യത്തിലേക്ക് പ്രാക്ടിക്കലായിട്ട് ശ്രദ്ധ ക്ഷണിക്കുന്ന ഷെയറിംഗ് ആണ്. അതില് ഷോപ്പിങ്ങിന് പോകുമ്പോൾ ഞാൻ വസ്തുക്കളുടെ വില നോക്കുകയും എനിക്ക് ആവശ്യമുള്ളത് വില കൊടുത്ത് വാങ്ങിക്കുകയും ചെയ്യുന്നു. ഞാനിപ്പോൾ പുനരധിവാസ പ്രക്രിയയായതിനാൽ എന്റെ ജീവിതം നേരെയാക്കേണ്ടിയിരിക്കുന്നു. മീറ്റിങ്ങുകളിൽ ചിലപ്പോൾ 1-ലധികം പ്രാവശ്യം ഞാൻ കാപ്പി കുടിക്കാറുണ്ട്. പിരിവിന്റെ സമയത്ത് ഞാൻ പലപ്പോഴും ഭയങ്കര തിരക്കിലായിരിക്കും, അല്ലെങ്കിൽ എന്റെ കൈവശം പണം വളരെ കുറവായിരിക്കും. പക്ഷെ മീറ്റിംഗ് എനിക്ക് ആവശ്യമാണ്. ഒരു ബിയറിന്റെ പണം സംഭാവനയായി കൊടുക്കുന്നത് ആരോ നിർദ്ദേശിച്ചു. അത് വലിയൊരു തുകയായി എനിക്ക് തോന്നി. $1 പോലും ഞാൻ തികച്ചു കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ 100 രൂപ പോലും ഞാൻ തികച്ചു കൊടുക്കാറില്ല. മറ്റു പലരെയും പോലെ കൂട്ടായ്മയ്ക്ക് പണം കൊടുക്കാൻ ഞാനും ഉദാരമതികളായ മെമ്പർമാരെ ആശ്രയിക്കുന്നു. മീറ്റിംഗ് റൂമിന് വാടകയും കാപ്പി, പഞ്ചസാര, പാൽ ഇവയ്ക്കെല്ലാം പണം വേണമെന്ന് ഞാൻ മറക്കുന്നു. മീറ്റിംഗ് കഴിഞ്ഞ് ഹോട്ടലിൽ ഒരു കാപ്പിക്ക് 20 രൂപ അല്ലെങ്കിൽ 90 സെന്റ് ഞാൻ മടിക്കാതെ കൊടുക്കുന്നു. അതിനെനിക്ക് എപ്പോഴും പണമുണ്ട്. എന്നിട്ട് എന്നോട് തന്നെ ഓരോ ആൽക്കഹോളിക്സ് അനോണിമസ് അംഗത്തിന്റെയും നേർക്ക് ചോദിക്കുന്ന ഒരു കണക്ക് ചോദിക്കലുണ്ട് ആൽക്കഹോളിക്സ് അനോണിമസ് ഈ ഡെയിലി റിഫ്ലക്ഷനിൽ. അതൊരു മെമ്പറുടെ ഷെയറിംഗ് ആണെങ്കിൽ പോലും ചോദ്യം ഇതാണ്: അപ്പോൾ എന്റെ സുബോധത്തിന്റെ മനസമാധാനത്തിന്റെയും മൂല്യം എത്ര? അതൊരു എന്റെ മനസാക്ഷിയോടുള്ള തന്നെ ഒരു ചോദ്യമാണ്. അടുത്തത് 219 പേജിൽ ഈ പാരമ്പര്യത്തെ കുറിച്ചുള്ള ഡെയിലി റിഫ്ലക്ഷൻ അനുകമ്പയുടെ അറിയാത്ത ദാനങ്ങൾ എന്നുള്ള ഹെഡിങ്ങിൽ സജീവ കുടിയന്മാരെ ഞങ്ങൾ എന്ന് ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ഒരു സഹായത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. 12 ട്രഡീഷൻസ് ഇല്ലുസ്ട്രേറ്റഡ് പേജ് 14. അതിലെ ഒരു അംഗത്തിന്റെ ഷെയറിങ്ങില്
എഴുതിയിരിക്കുന്നത് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു കാര്യം. അതായത് ഇന്ന് ഒരു സ്വാന്തന വാക്കിലൂടെയും പുഞ്ചിരിയിലൂടെയും കാരുണ്യത്തിലൂടെയും ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നു. എന്റെ ഭാരങ്ങൾ ഞാൻ ചുമക്കുന്നതോടൊപ്പം തന്നെ മറ്റുള്ളവരെ എന്റെ ഒപ്പം നടക്കാൻ ഞാൻ അനുവദിക്കേണ്ടിയിരിക്കുന്നു. അവരുടെ ഭാരം വഹിക്കുവാൻ സഹായിക്കേണ്ടിയിരിക്കുന്നു. ഈ ഒരു ഷെയറിംഗ് പ്രിന്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു അംഗത്തിന്റെ ഷെയറിംഗില് വാസ്തവത്തിൽ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഈ കിറ്റിയിലേക്ക് പൈസ ഇടുന്നത് മാത്രമല്ല, മറിച്ച് ഒരു സാന്ത്വന വാക്കിലൂടെയും പുഞ്ചിരിയിലൂടെയും കാരുണ്യത്തിലൂടെയും ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നു. അടുത്ത ഒരു ഫിലോസഫി വരുന്നത് അത് ഒരു 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 ക്രിസ്തു ആകാനുള്ള, ഞാൻ ക്രൈസ്റ്റ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുമ്പോൾ അതൊരു മതത്തിന്റെ ഒരു അർത്ഥത്തിലല്ല ഞാൻ എടുക്കുന്നത്. പക്ഷേ എന്റെ ഭാരങ്ങൾ ഞാൻ ചുമക്കുന്നതോടൊപ്പം, അല്ലെങ്കിൽ എന്റെ കുരിശ് ഞാൻ ചുമക്കുന്നതോടൊപ്പം തന്നെ മറ്റുള്ളവരെ എന്റെ ഒപ്പം നടക്കാൻ ഞാൻ അനുവദിക്കേണ്ടിയിരിക്കുന്നു. അവരുടെ ഭാരം വഹിക്കുവാൻ സഹായിക്കേണ്ടിയിരിക്കുന്നു. അപ്പോ ഒരു ഒരു 100-ന്റെ നോട്ട് കിറ്റിയിലിടുന്നത് മാത്രമൊന്നുമല്ല, അതില് വേറെയും ചില ചിന്തിക്കേണ്ട വിഷയങ്ങൾ ഈ പാരമ്പര്യത്തില് ഉണ്ട് എന്നുള്ളത്. അടുത്തത് പേജ് 220 തിരിച്ചു നൽകുക എന്നുള്ള ഹെഡിങ്ങില് മറ്റൊരു ഡെയിലി റിഫ്ലക്ഷൻ. അതിൽ ഒരു അംഗം വളരെ വളരെ പ്രധാനപ്പെട്ട എഴുതിയിരിക്കുന്ന, എനിക്ക് തോന്നിയത് ഈ ചായക്ക് പണം നൽകുക എന്നതിനേക്കാൾ ഉപരിയായി മറ്റൊന്നു കൂടി 7-ാം പാരമ്പര്യം അർത്ഥമാക്കുന്നുണ്ട്. ഇത് ഒരു സംഘടനയുടെ ഭാഗമായി ഞാൻ അംഗീകരിക്കപ്പെടുന്നത് കൂടിയാണ്. ആദ്യമായി എനിക്ക് ഉത്തരവാദിത്വമുള്ളവനാകാം, കാരണം ഒരു തിരഞ്ഞെടുപ്പിന് എനിക്ക് സാധ്യതയുണ്ട്. അടുത്തത് എയുടെ കാര്യങ്ങളിൽ വ്യാപൃതനാകുന്നതിലൂടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള തത്വങ്ങൾ എനിക്ക് പഠിക്കാൻ കഴിയും. സ്വയം പര്യാപ്തനാകുന്നതിലൂടെ എനിക്ക് തന്നത് എക്ക് തിരിച്ചു നൽകാൻ ഞാൻ പ്രാപ്തനാക്കപ്പെടുന്നു. ഇതുവഴി എൻ്റെ സുഖപ്രാപ്തി മാത്രമല്ല, എൻ്റെ പേരക്കിടാങ്ങൾക്ക് വേണ്ടി കൂടി നിലനിൽക്കുന്നു എന്ന് ഉറപ്പാക്കാൻ എനിക്ക് കഴിയും. എന്നെ വല്ലാതെ സ്പർശിച്ച ഒരു അംഗത്തിന്റെ ഷെയറിംഗ് ആണ്. ഇതില് എൻ്റെ പേരക്കിടാങ്ങൾക്ക് വേണ്ടി കൂടി നിലനിൽക്കുന്നു എന്നുള്ളത് ഞാൻ ഈ ആൽക്കഹോളിക്സ് അനോണിമസിൽ വന്ന 31 വയസ്സിന്റെ ചോര തിളപ്പില് എനിക്ക് അന്ന് മനസ്സിലായില്ല. പക്ഷെ ഇന്ന് മേൽമീശയും തലയും ഒക്കെ നരച്ച് ആ ഹോർമോണിന്റെ പമ്പിങ് ഒക്കെ ഒന്ന് കുറഞ്ഞപ്പോ എനിക്ക് അതിന്റെ പക്വത എനിക്ക് മനസ്സിലാവും. അപ്പോ ഈ എയുടെ കാര്യം മാത്രം പ്രശ്ന പരിഹാരത്തിന് ഈ ആൽക്കഹോളിക്സ് അനോണിമസിലെ ഈ പ്രശ്ന പരിഹാരത്തിന് ഒരു നമ്മുടെ എയുടെ കാര്യങ്ങളിൽ വ്യാപൃതനാകുന്നതിലൂടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള തത്വങ്ങൾ, ഇത് വളരെ റിലവന്റ് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു സംഗതി. പടികളും പാരമ്പര്യങ്ങളും എന്നുള്ള ഒരു ശൈലി മാത്രമല്ല ഈ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രവർത്തനങ്ങളിൽ വ്യാപൃതനാകുന്നതും എൻ്റെ റിക്കവറിക്ക് സഹായിക്കുന്ന തത്വങ്ങൾ എന്നെ പഠിപ്പിക്കാൻ കഴിയുമെന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതി കൂടെ ഈ തിരിച്ചു നൽകുക എന്ന ഡെയിലി റിഫ്ലക്ഷന്റെ ഒരു കാര്യത്തിലേക്ക് അതിന്റെ കൂടെ ഒരു അർത്ഥമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള, വളരെ മനസ്സിലാക്കാൻ വളരെ എളുപ്പമായിട്ടുള്ള ഒരു പാരമ്പര്യമായിട്ടാണ് 7-ാം പാരമ്പര്യം കിടക്കുന്നത്. ഓരോ ഗ്രൂപ്പും സ്വയം പര്യാപ്തത പാലിക്കുന്നതോടൊപ്പം പുറമെ നിന്നുള്ള സാമ്പത്തിക സഹായം നിഷേധിക്കുകയും വേണം. ഇതിന്റെ കുറച്ച് വിശദമാക്കുന്ന, ഇതിന് ഒന്ന് കുറച്ചുകൂടെ ഈ 7-ാമത്തെ പാരമ്പര്യത്തെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ കംസ് ഓഫ് ഏജ് എന്ന് പറയുന്ന പുസ്തകത്തിലെ 110-ാമത്തെ പേജ് മുതൽ ഈ 7-ാമത്തെ പാരമ്പര്യത്തെ കുറച്ചുകൂടെ ഒന്ന് വിശദീകരിച്ചിട്ടുണ്ട്. ഈ കംസ് ഓഫ് ഏജിലും 12 പടികളിലും പാരമ്പര്യങ്ങളിലും ഒക്കെ ഉള്ളത് എല്ലാം ഏറെക്കുറെ സാമ്യമുള്ള സംഗതികളാണ്. കുറച്ചുകൂടെ ഇതിന്റെ പശ്ചാത്തലം ഒന്ന് കംസ് ഓഫ് ഏജിൽ വിശദീകരിച്ചിരിക്കുന്നു.
ഏറ്റവും രസകരമായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ 7ാമത്തെ പാരമ്പര്യം ഈ സെന്റ് ഫ്രാൻസിസ് എന്ന് പറയുന്ന ക്രിസ്തീയ മതത്തിലെ ഒരു വിശുദ്ധന്റെ പേരിലുള്ള സെന്റ് ഫ്രാൻസിസ് ഓഫ് അസീസി എന്ന് പറയുന്ന വിശുദ്ധന്റെ അദ്ദേഹം പ്രചരിപ്പിക്കാൻ ശ്രമിച്ച ആശയങ്ങളുടെ ഭാഗമാണ്. അത് മാത്രമല്ല, ഈ ആൽക്കഹോളിക്സ് അനോണിമസ് ഈ എ കംസ് ഓഫ് ഏജിന്റെ പേജ് 111 ഫസ്റ്റ് പാരഗ്രാഫിൽ എഴുതിയിരിക്കുന്നത് ഈ സെന്റ് ഫ്രാൻസിസ് ഓഫ് അസീസി എന്ന് പറയുന്ന ക്രിസ്ത്യാനികളുടെ ഒരു പരിശുദ്ധൻ എന്ന് പറയുന്ന ആ മഹത് വ്യക്തിയുടെ അദ്ദേഹത്തിന്റെ വിവേകം നമ്മൾ എടുക്കുന്നു, ഈ ഒരു സേവന ഓർഗനൈസേഷൻ എന്നുള്ള രീതിയിൽ എടുക്കുന്നു. അതുപോലെ തന്നെ ഇത് നമുക്ക് അദ്ദേഹം മാത്രമല്ല, ഈ നമ്മുടെ ഇവിടെ ഈ 111 പേജിലെ ഒരു 3ാമത്തെ പാരഗ്രാഫിൽ എഴുതിയിരിക്കുന്നത് St. Francis had given us the idea, but John D. wisely forced us to live up to it. അപ്പോ ആശയം നമ്മുടെ ഫ്രാൻസിസ് ഓഫ് അസീസിയുടെ ആ കൂട്ടായ ദാരിദ്ര്യം എന്നുള്ള ഒരു കൺസെപ്റ്റ്, അതായത് ആ ഒരു ഫസ്റ്റ് സെഞ്ചുറി ക്രിസ്ത്യാനിറ്റി ഒക്കെ പ്രാക്ടീസ് ചെയ്തിരുന്ന സമയത്ത് അവര് കൂട്ടായിട്ടുള്ള അവരുടെ മൂവ്മെന്റിന് ഒരു കൂട്ടായിട്ടുള്ള ഒരു ദാരിദ്ര്യം അതിലെ വ്യക്തികള് സ്വീകരിച്ചിരുന്നു. പക്ഷെ ആൽക്കഹോളിക്സ് അനോണിമസ് വ്യക്തികൾക്ക് കൂട്ടായിട്ടുള്ള ദാരിദ്ര്യം ഒന്നും എടുത്തില്ല. പക്ഷെ സംഘടനയ്ക്ക് ഒരു കൂട്ടായിട്ടുള്ള ഒരു ദാരിദ്ര്യം മതി, കാരണം ആവശ്യത്തിൽ കൂടുതൽ പൈസയൊന്നും വേണ്ട എന്നുള്ള ഒരു നയം എടുത്തു. ആ ആശയം ഒരു പുറത്തുനിന്നുള്ള ഒരു 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 മതത്തിന്റെ ഒരു ആളിൽ നിന്നും അത് സ്വീകരിക്കുകയും പക്ഷെ അത് പ്രാവർത്തികമാക്കിയത് അതും ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഫെലോഷിപ്പിന്റെ പുറത്തുള്ള ജോൺ ഡി റോക്ക്ഫെല്ലർ ജൂനിയർ. ആൽക്കഹോളിക്സ് അനോണിമസ് പൈസയ്ക്ക് വേണ്ടി പോയി, അത് നമ്മളെ പുറകെ വരുന്നുണ്ട്. അപ്പോ ആ ആശയമാണ്. അപ്പോ 7ാമത്തെ പാരമ്പര്യം ആൽക്കഹോളിക്സ് അനോണിമസ് സ്വീകരിച്ചത് നമ്മുടെ അതിന്റെ പശ്ചാത്തലം ഈ എ കംസ് ഓഫ് ഏജിൽ വ്യക്തമായിട്ട് അത് എഴുതിയിട്ടുണ്ട്. എന്തായാലും ഈ നമ്മുടെ 12 പടികളും പാരമ്പര്യങ്ങൾ എന്ന് പറയുന്ന പുസ്തകത്തിലെ 160ാമത്തെ പേജ്, അവിടെയാണ് ഈ പറഞ്ഞ 7ാമത്തെ പാരമ്പര്യം കിടക്കുന്നത്. ഇതില് 160ാമത്തെ പേജ് തുടങ്ങുമ്പോൾ വാസ്തവത്തിൽ സ്വയം പര്യാപ്തരായിട്ടുള്ള മദ്യപാനികൾ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. ഈ സെൽഫ് സപ്പോർട്ടായിട്ടുള്ള സ്വയം പര്യാപ്തരായിട്ടുള്ളവർ. അതിലെ ആദ്യത്തെ പാരഗ്രാഫിൽ തന്നെ നമ്മളെല്ലാം വരുത്തിയ അഗാധമായ മാറ്റത്തിന്റെ പ്രകടമായ തെളിവാണ് ഈ തത്വം. ഈ ആൽക്കഹോളിക്സ് അനോണിമസ് സ്വയം പര്യാപ്തമായത്, ഇത് സ്വയം പര്യാപ്തമായത് എങ്ങനെ എന്നുള്ളത് 7ാമത്തെ പാരമ്പര്യത്തിൽ എഴുതിയിട്ടുണ്ട്. പക്ഷെ ഫസ്റ്റ് പാരഗ്രാഫിൽ തന്നെ ഈ ഒരു വാക്ക് എഴുതി വച്ചിരിക്കുന്നത് ഇത് ഗ്രൂപ്പിനെ സംബന്ധിച്ചുള്ള ഒരു സെന്റൻസ് അല്ല. വ്യക്തമാണ്, ഇങ്ങനെയാണ് അത് എഴുതിയിരിക്കുന്നത്: നമ്മളിലെല്ലാം വരുത്തിയ അഗാധമായ മാറ്റത്തിന്റെ പ്രകടമായ തെളിവാണ് ഈ തത്വം. എന്നിട്ട് വല്ലാത്ത ഒരു ആത്മവിമർശനം ആ പാരഗ്രാഫിൽ തന്നെ ഉണ്ട്. വല്ലാതെ അത് പുറത്തുനിന്നുള്ള ആൾ പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ അയാളെ കൈവയ്ക്കും. പക്ഷെ നമ്മുടെ അകത്തുള്ള ആൾക്കാർ പറയുമ്പോൾ നമ്മളത് വളരെ ആഴത്തിൽ അത് ശ്രദ്ധിക്കും. ആ ഭാഷ വളരെ രസമാണ്. എല്ലായ്പ്പോഴും നമ്മുടെ കൈകൾ നമ്മൾ പുറത്തേക്ക് നീട്ടിയിട്ടുണ്ട് ഭിക്ഷയ്ക്ക് വേണ്ടിയായി. ആ പിച്ച ചോദിക്കാൻ വേണ്ടി കൈ നീട്ടിയെന്ന് എഴുതിയില്ല, ഇവിടെ കുറച്ച് മാന്യത കാണിച്ചു. എന്നിട്ട് ആലങ്കാരികമായിട്ട് സാഹിത്യ ഭാഷയിൽ അങ്ങ് എഴുതി. എല്ലായ്പ്പോഴും നമ്മുടെ കൈകൾ നമ്മൾ പുറത്തേക്ക് നീട്ടിയിട്ടുണ്ട്, പൈസയ്ക്ക് മാത്രമൊന്നുമല്ല. എന്നിട്ട് അടുത്ത ഈ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഭാഷ
അത് നമുക്ക് മുൻപ് പോയ ഒരു കള്ളുകൂടിയൻ എഴുതി വെച്ചിരിക്കുന്നതുകൊണ്ട് അത് നമ്മളുമായിട്ട് പൊരുത്തപ്പെടുന്ന അസാധ്യമായിട്ടുള്ള ഒരു ലാംഗ്വേജ് സ്റ്റൈലാണ്. എല്ലായ്പ്പോഴും നമ്മുടെ കൈകൾ നമ്മൾ പുറത്തേക്ക് നീട്ടിയിട്ടുണ്ട്. നമ്മൾ മറ്റാരെയെങ്കിലും സാധാരണയായി പണത്തിന്റെ കാര്യത്തിൽ ആശ്രയിക്കുകയായിരുന്നു. നമ്മൾ മറ്റാരെയെങ്കിലും സാധാരണയായി പണത്തിന്റെ കാര്യത്തിൽ ആശ്രയിക്കുകയായിരുന്നു. ഇത് സ്വയം പര്യാപ്തത എന്ന് പറയുന്ന വാക്ക് പണത്തിന്റെ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ കിറ്റിയിലോട്ട് ഇടുന്ന 2 രൂപയുടെ വിഷയം മാത്രമല്ല. ഇത് ഞാന് വൈകാരികമായിട്ട് കൂടെ ഒരു സഹായത്തിന് ഒരു ആവശ്യമില്ലാതെ സ്വയം എനിക്ക് അധ്വാനിക്കാനുള്ള ശരീരം ഇരിക്കുകയും അത് ചെയ്യാതെ ഞാൻ പലവിധ കാരണങ്ങളുണ്ട്, കുറ്റബോധം കൊണ്ടോ പല കാരണങ്ങളുണ്ട് അത് കഴിയാതിരിക്കുകയും സഹായത്തിന് കൈനീട്ടി. അത് മോശം കാര്യമല്ല, പക്ഷെ അത് സ്ഥിരമായിട്ട് നമ്മൾ മറ്റാരെങ്കിലും സാധാരണയായി പണത്തിന്റെ കാര്യത്തിൽ ആശ്രയിക്കുകയായിരുന്നു. അപ്പൊ അതിൽ നിന്ന് മാറിയിട്ട് നമ്മളിലെല്ലാം വരുത്തിയ അഗാധമായ മാറ്റത്തിന്റെ പ്രകടമായിട്ടുള്ള തെളിവാണ് ഈ തത്വം. ഞാന് മാറിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള എന്റെ ഒരു ഇൻവെന്ററി ഈ 7ാമത്തെ പാരമ്പര്യം വെച്ച് എടുക്കുകയാണെങ്കിൽ, പണം അവിടെ നിൽക്കട്ടെ. എനിക്കൊരു ദിവസം മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് തിരുവനന്തപുരത്ത് റേഷൻ കടയിൽ റേഷൻ കാർഡുണ്ട്. 2 കിലോ ചാക്കരിയും അല്ലെങ്കിൽ 1 കിലോ പച്ചരിയും കിട്ടിയാൽ ഞാൻ ജീവിച്ചു. ഇപ്പൊ തിരുവനന്തപുരത്തൊക്കെ റേഷൻ കട വഴി 2 രൂപയ്ക്കൊക്കെ അരി കിട്ടും. അതുകൊണ്ട് പട്ടിണി കിടന്നൊന്നും മരിച്ചു പോകില്ല. മറ്റൊരു തരത്തിലുള്ള വൈകാരികമായിട്ട് ഞാൻ സ്വയം പര്യാപ്തനായിട്ടുണ്ടോ, അതോ ഞാൻ ഇപ്പോഴും പരാതി പറയുന്നുണ്ടോ, ഞാൻ എപ്പോഴും അസംതൃപ്തനാണോ, ഞാൻ വളരെ അസ്വസ്ഥനാവുന്നുണ്ടോ, അല്ലെങ്കിൽ എനിക്ക് കിട്ടിയിട്ടുള്ള ബ്ലെസ്സിങ്സ്, എന്റെ കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ് എന്നൊക്കെ പറയുന്ന ഒരു ശൈലി വിട്ടിട്ട് ഞാൻ വല്ലാതെ മറ്റുള്ളവരുടെ സർട്ടിഫിക്കറ്റിന് വേണ്ടിയോ അവരുടെ ഗുഡ് ബുക്കിൽ കയറാനോ ഇതൊക്കെ ഞാൻ ഒരുപാട് ചെയ്യുന്നുണ്ടോ എന്നുള്ള ഒരു അർത്ഥം കൂടെ ഈ സ്വയം പര്യാപ്തൻ എന്നുള്ള ഒരു വാക്കില് ഞാൻ കാണുന്നുണ്ട്. എന്തായാലും അത്രയും പറഞ്ഞ ശേഷം ഈ പാരമ്പര്യം നമ്മൾ നേരത്തെയും ഇതിന്റെ ആദ്യത്തെ പേജിൽ വായിച്ചപ്പോൾ ഈ പാരമ്പര്യം അനുഭവിച്ച പേറ്റുനോവ് ഒരുപക്ഷെ മറ്റൊരു പാരമ്പര്യവും അനുഭവിച്ചിട്ടില്ലെന്ന് പറയുന്നുണ്ട്. ഇത് ഞങ്ങളുടെ ചെലവുകൾ സ്വയം വഹിച്ചു തുടങ്ങേണ്ടത് ഏറ്റവും ആവശ്യമായിരിക്കുമെന്ന് ഞങ്ങൾ കണക്കൂട്ടി. ഇവിടെ മറ്റൊരു പ്രയോഗം കൂടെ ഈ പാരമ്പര്യത്തിലുണ്ട്. നമ്മുടെ കൂട്ടായ ദാരിദ്ര്യത്തിന് മറ്റൊരു കാരണം കൂടി ഉണ്ടായിരുന്നു. അത് പറഞ്ഞു കഴിഞ്ഞിട്ട് മറ്റൊരു പ്രയോഗം ഇവിടെ എഴുതിയിട്ടുണ്ട്. നമ്മുടെ ആൽക്കഹോളിക്സ് അനോണിമസ് അംഗങ്ങള് പണത്തെ ഈ പുറമേയുള്ള സംസാരമൊക്കെ നടത്തുമ്പോഴും മറ്റുള്ളവരെ കാണിക്കാനുള്ള പണം വലിച്ചെറിയലുകളും എല്ലാം നിലനിൽക്കെ തന്നെ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ കിറ്റിയിലെ കാര്യം വരുമ്പോ ഒരു അംഗത്തിന്റെ മനോഭാവം എന്താണെന്ന് നല്ല ഒരു ഉപമ ഇവിടെ എഴുതിയിട്ടുണ്ട്. മരത്തിൽ അതിന്റെ തൊലി എത്ര ശക്തിയിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്നു അത്രയും കട്ടിയായി തന്നെ ഞങ്ങളും പണത്തിൽ ഒട്ടിപ്പിടിച്ചിരുന്നു. ഒരു മരത്തിന്റെ തൊലി അതിൽ എത്ര കട്ടിയായിട്ട് ഒട്ടിപ്പിടിച്ചിരിക്കുവോ അതുപോലെ തന്നെ ഞങ്ങളും പണത്തിൽ ഒട്ടിപ്പിടിച്ചിരുന്നു. ഈ സ്വഭാവം കണ്ടത് ഈ 12 സ്റ്റെപ്പ് വർക്കിന് വേണ്ടി ധാരാളം പൈസ ചെലവാക്കാൻ ഓക്കെയാണ്. പക്ഷെ ഗ്രൂപ്പിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള യോഗ സ്ഥലത്ത് പണമിടാൻ ഒരു വല്ലാത്ത അനിഷ്ടം അംഗങ്ങൾക്കുണ്ടായിരുന്നു. അത് എന്നിട്ടാണ് ഈ മരത്തിന്റെയും തൊലിയുടെയും ഒക്കെ കാര്യം പറയുന്നത്. പക്ഷെ ഇതിലെ ഗ്രൂപ്പ് ആൽക്കഹോളിക്സ് അനോണിമസ് കൂട്ടായ ദാരിദ്ര്യം തന്നെ എടുത്തു. അംഗങ്ങള് വ്യക്തിഗതമായിട്ട് അഭിവൃദ്ധി പ്രാപിച്ചു എന്നുള്ളത്. ഇതില് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ആദ്യകാലത്ത് ഗ്രൂപ്പില് 2 എക്സ്ട്രീം കണ്ടീഷൻസിലുള്ള ആൾക്കാരുണ്ടായിരുന്നെന്നാണ് തുടർന്നുള്ള വിശദീകരണം. അതായത് നമ്മുടെ ശൈശവാവസ്ഥയിൽ നമ്മുടെ ആൽക്കഹോളിക്സ് അനോണിമസ് ഒക്കെ തുടങ്ങി അതിൽ മെമ്പേഴ്സ് വന്നു, ഗ്രൂപ്പുകളൊക്കെ തുടങ്ങി വന്നപ്പോ നമുക്ക് ശൈശവത്തിൽ നിന്ന് കൗമാരത്തിലേക്ക് കടന്നപ്പോൾ നമുക്ക് ധാരാളം പണം ആവശ്യമുണ്ടെന്നും അല്ലെങ്കിൽ ഒന്നും വേണ്ടെന്നുമുള്ള ആശയങ്ങൾക്കിടയിൽ നമ്മൾ ആടി ഉലഞ്ഞു. ഈ 2 ആശയങ്ങളുണ്ട്. ഒന്നുകിൽ ധാരാളം പണം വേണം, അല്ലെങ്കിൽ പൈസ വേണ്ട. ഒരു വിഭാഗം പറയുന്നത് നിങ്ങൾക്ക് പണവും തമ്മിൽ കൂട്ടിക്കലർത്താനാവില്ല, നമുക്ക് ഭൗതികതയിൽ നിന്ന് ആത്മീയതയെ
നമുക്ക് വേർതിരിക്കേണ്ടതുണ്ട്. ഫുൾ ആത്മീയത, ഫുൾ വലിയ തത്വങ്ങളാണ്. പക്ഷേ ചില അംഗങ്ങൾ പണം ഉണ്ടാക്കാൻ ശ്രമിച്ചു, നമ്മൾ ചൂഷണം ചെയ്യപ്പെടുന്നു ഭയന്നു, ക്ലബുകൾ തുടങ്ങി, അതിന്റെയൊക്കെ ഭാഗമായിട്ട് ബാഹ്യമായ ഇടപെടലുകൾ സംഭവിച്ചു. ആൽക്കഹോളിക്സ് അനോണിമസിന് ഒരു ആശുപത്രിയെ സമ്മാനമായി കിട്ടി, ഒരാള് സൗജന്യമായിട്ടൊരു ഹോസ്പിറ്റലിൽ കൊടുത്തു. അപ്പൊ അതിന്റെ ചികിത്സ പ്രവർത്തനം നടന്നുകൊണ്ടിരുന്നപ്പോൾ തന്നെ സംഭാവന കൊടുത്ത ആളുടെ മകൻ അവിടെ അഡ്മിറ്റായി, പിന്നീട് അയാൾ മാനേജറായി. എന്നിട്ട് എയിലുള്ള ഒരു ഗ്രൂപ്പിന് ഒരു $5000 നൽകി. ആ പൈസ കിട്ടിയപ്പോ ഇവിടെ എഴുതിയിരിക്കുന്നത് ആ വലിയ തുകയെ പറ്റിയുള്ള പൊല്ലാപ്പ് വർഷങ്ങളോളം ബുദ്ധിമുട്ടുണ്ടാക്കി. ഈ പ്രശ്നങ്ങൾ കണ്ടപ്പോൾ ചില ഗ്രൂപ്പുകൾ ചില്ലി കാശ് സൂക്ഷിക്കാൻ വിസമ്മതിച്ചു. ഞാൻ ഈ പറഞ്ഞു വന്നത് 2 സെക്ഷനിലുള്ള ആൾക്കാർ. ഒന്ന്, ആൽക്കഹോളിക്സ് അനോണിമസിന് പണം വേണം പ്രവർത്തിക്കാൻ. മറ്റൊന്ന്, ആൽക്കഹോളിക്സ് അനോണിമസും അതിനെ ഈ ഭൗതികതയും ആത്മീയതയായിട്ട് ബന്ധിപ്പിക്കാൻ പാടില്ലെന്നുള്ള യാഥാസ്ഥിതികവാദികൾ. അപ്പൊ ഈ 2 തർക്കങ്ങൾ ഉണ്ടെങ്കിലും ആൽക്കഹോളിക്സ് അനോണിമസിന് പ്രവർത്തിക്കേണ്ടതുണ്ട് എന്ന് പഴമക്കാർ തിരിച്ചറിഞ്ഞു. കാരണം യോഗസ്ഥലം നടത്തിക്കൊണ്ടുപോകാൻ പൈസ ആവശ്യമുണ്ട്. മുഴുവൻ സ്ഥലത്തെ ആശയക്കുഴപ്പത്തിൽ നിന്ന് രക്ഷിക്കുന്നതിന് വേണ്ടി ചെറിയ ഓഫീസുകൾ സ്ഥാപിക്കേണ്ടി വന്നു, പൈസ വേണം. ടെലിഫോണുകൾ സ്ഥാപിച്ചു, പൈസ വേണം. ആ ഓഫീസ് പ്രവർത്തിക്കാൻ കുറച്ച് സെക്രട്ടറിമാരെ വേണം, പൈസ വേണം. ഇവിടെ എഴുതിയിരിക്കുന്നത് ഒരു കൊച്ചു വാക്കാണെങ്കിലും അത് മനസ്സിലാക്കണം. ധാരാളം പ്രതിഷേധങ്ങൾക്കിടയിലും ഇത്തരം കാര്യങ്ങൾ നേടിയെടുത്തു. ഇത് നമ്മുടെ ഗ്രൂപ്പ് കോൺഷ്യൻസിൽ അങ്ങോട്ട് ചെന്നപ്പോ നമുക്ക് പണം ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ ഗ്രൂപ്പിലെ അംഗങ്ങൾ സമ്മതിച്ചു കൊടുത്തില്ല. ധാരാളം പ്രതിഷേധങ്ങൾക്കിടയിൽ, ഇതൊക്കെ വളരെ, ഈ പ്രതിഷേധം എന്നൊക്കെ വളരെ വളരെ എന്താണ് മയപ്പെടുത്തിയ ലാംഗ്വേജാ. എന്തൊക്കെ നടന്നിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാം. അപ്പോ ഈ ഇത്തരം കാര്യങ്ങൾക്ക് പൈസ ചെലവാക്കിയില്ലെങ്കിൽ അടുത്ത് നമ്മുടെ സഹായം അന്വേഷിച്ചു വരുന്ന ഒരു ആൽക്കഹോളിക്കിന്, ഒരു മദ്യപാനിക്ക് അവന് സഹായം കിട്ടില്ലെന്ന് വ്യക്തമായി. അവനൊരു അവസരം നിഷേധിക്കലാണെന്ന് മനസ്സിലായി. ലളിതമായ സേവനങ്ങൾക്ക് നമുക്ക് ചെറിയ തുകകൾ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോ ഈ 2 എക്സ്ട്രീമിലോട്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള എക്ക് പണം വേണമെന്നും എക്ക് പണം വേണ്ടെന്നുമുള്ള 2 ധ്രുവങ്ങളിലേക്കുള്ള ചാഞ്ചാട്ടം നിൽക്കുകയും ഇന്ന് കാണപ്പെടുന്ന 7ാം പാരമ്പര്യത്തിലേക്കുള്ള വഴി തെളിയിക്കുകയും ചെയ്തു. അങ്ങനെ വഴി തെളിയിച്ച 3 സംഭവങ്ങൾ, അത് ഈ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ എ കംസ് ഓഫ് ഏജ് എന്ന് പറയുന്ന പുസ്തകത്തിലും നമ്മുടെ 7ാം പാരമ്പര്യത്തിലും ആ 3 സംഭവങ്ങളാണ് മെയിൻ ആയിട്ടുള്ളത്. നമ്മൾ ഇന്ന് കാണുന്ന ആൽക്കഹോളിക്സ് അനോണിമസിന്റെ 7ാം പാരമ്പര്യത്തിലേക്ക് വഴി തെളിച്ചത്. അതിലൊന്ന് ഒന്നാമത്തെ ഒരു സംഭവം എന്ന് പറയുന്നത് എ കംസ് ഓഫ് ഏജ് എടുത്തു കഴിഞ്ഞാൽ, നമ്മളെ ഈ 12 പാരമ്പര്യങ്ങൾ എന്ന് പറയുന്ന ടെക്സ്റ്റ് അത് അവിടെ ഇരിക്കട്ടെ. എ കംസ് ഓഫ് ഏജില് ഒന്നാമത്തെ ഒരു വിഷയം വന്നത്, നമുക്ക് ബിൽ വിൽസനും നമ്മുടെ ഡോക്ടർ ബോബു അടങ്ങുന്ന ആദ്യത്തെ 100 പേരടങ്ങുന്ന ആ വിഭാഗത്തിന് ആൽക്കഹോളിക്സ് അനോണിമസിനെ കുറിച്ച് വലിയ, നമ്മുടെ അംഗങ്ങളെല്ലാം ദരിദ്രരായിരുന്നു, എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് പാളീസായിട്ട് നിൽക്കുന്ന കക്ഷികൾ. അപ്പോ വലിയ സ്വപ്നങ്ങളാണ്, വലിയ ഗ്രാൻഡിയസ് പ്ലാൻസ് ആണ്. ഹോസ്പിറ്റല്, കമ്മ്യൂണിറ്റി എഡ്യൂക്കേഷൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അതിന് പണം വേണം. ഒരു കോടീശ്വരൻ, റോക്ക്ഫെല്ലർ എന്ന് പറയുന്ന കോടീശ്വരനെ സമീപിച്ചു 1937. എന്നിട്ട് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ സാധ്യതകളെ കുറിച്ച് ഡോക്ടർ ബോബും ആ ടീമും എല്ലാം സംസാരിച്ചു. അപ്പോ അവിടെ കൂടിയിരുന്ന മറ്റേ ആൾക്കാര് അവര് ഈ സെന്റ് ഫ്രാൻസിസിന്റെ അങ്ങേരുടെ ആശയങ്ങൾ പിൻപറ്റിയിരുന്ന സംഘടനകളിൽ പ്രവർത്തിക്കുമ്പോൾ അവരുടെ വ്യക്തികൾ സ്വീകരിച്ചിരുന്ന ഈ ദാരിദ്ര്യത്തിന്റെ ഒരു സെക്ഷൻ, ഈ ജോൺ ഡി റോക്ക്ഫെല്ലർ അടക്കമുള്ള അങ്ങനെ
റോക്ക്ഫെല്ലർ ഫൗണ്ടേഷൻ, റോക്ക്ഫെല്ലറിന്റെ അത്താഴത്തിൽ ഇതൊക്കെ ചർച്ചയായി. എന്നിട്ട് ഇവര് വലിയ തുക സ്വപ്നം കണ്ട് ചെന്നപ്പോ ആ റോക്ക്ഫെല്ലറുടെ മോൻ ജോൺ ഡി റോക്ക്ഫെല്ലർ ജൂനിയർ അങ്ങനെ ഒരൊറ്റ വാക്കില് നമ്മുടെ പഴമക്കാരുടെ സ്വപ്നങ്ങളെ തകർത്ത് കളഞ്ഞു. ഐ തിങ്ക് മണി വിൽ സ്പോയിൽ ദിസ്. ഒറ്റ വാക്ക. പണം ഈ പ്രസ്ഥാനത്തിനെ തകർത്ത് കളയുമെന്ന്. കാരണം നമ്മള് കോടീശ്വരനായിട്ടുള്ള റോക്ക്ഫെല്ലറിന്റെ മുമ്പിൽ നമ്മൾ ഒരുപാട് സ്വപ്നങ്ങളുമായിട്ടാണ് ചെന്നത്. എല്ലാം കേട്ടു. ആൽക്കഹോളിക്സ് അനോണിമസ് മഹത്തരമാണെന്ന് എല്ലാം പറഞ്ഞു. എന്നിട്ട് ഇവര് ഐ തിങ്ക് മണി വിൽ സ്പോയിൽ ദിസ് എന്ന് പറഞ്ഞിട്ട് അയാൾ ഒരു $5000 നമ്മൾ എത്രയോ വലിയ സംഖ്യ ചോദിച്ചു തന്നതാണ്. ഒരു $5000 കൊടുത്തത്. പക്ഷേ ഈ ഒരു സംഭവം നമ്മുടെ ഇന്ന് കാണുന്ന 7ാമത്തെ പാരമ്പര്യത്തിലേക്ക് വരുന്ന ഒന്നാമത്തെ ഒരു ഇൻസിഡന്റ് ആണ്. രണ്ടാമത്തെ ഒരു സംഗതിയായിട്ട് വരുന്നത് നമ്മുടെ വ്യക്തി ആൽക്കഹോളിക്സ് അനോണിമസിലെ വ്യക്തികളുടെ വേജസ്, സാലറീസ്, അല്ലാതെയുള്ള വരുമാനമൊക്കെ ഒരു വാർഷിക കണക്കെടുത്താൽ വലിയ വലിയ തുകയാണ്. പക്ഷേ ഈ നമ്മുടെ വോളണ്ടിയർ, നമ്മുടെ സ്വന്തമായിട്ട് നമ്മുടെ അംഗങ്ങൾ തന്നെ പണം കൊടുത്താൽ പോലും നമുക്ക് വലിയ സാമ്പത്തികമായിട്ടുള്ള ഒരു സംഖ്യയായിട്ട് മാറും, അല്ലെങ്കിൽ ശക്തമായിട്ട് വരും. ഇവിടെ ഇതിന്റെ രണ്ടാമത്തെ ഒരു സംഭവം ബിൽ വിൽസൺ പറയുന്നത്, അങ്ങേർക്ക് പൈസ, അങ്ങേരുടെ ഭാര്യ ലൂയിസ് എന്ന് പറയുന്ന സ്ത്രീ ജോലി ചെയ്ത് കൊണ്ടുവരുന്ന പൈസ ഉപയോഗിച്ച് ദിവസങ്ങൾ മുന്നോട്ട് പോകുന്നു. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ കാര്യങ്ങൾ നോക്കുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ ഒരു ദിവസം രാവിലെ ഒരു മദ്യപാനി റിലാപ്സിലായപ്പോഴുള്ള ഒരാൾ കയറി വന്നു. അപ്പോൾ ഈ മനുഷ്യൻ അയാൾക്ക് $5 ഒരു ചെക്ക് കൊടുത്തു. ബിൽ വിൽസൺ അറിയാമായിരുന്നെന്നാണ് എഴുതുന്നത്. അയാൾ പോയി കുടിക്കും. പക്ഷെ ആ ഒരു കുടിയന്റെ നമുക്കറിയാം, 12ാം പടി പ്രവർത്തനത്തിൽ നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെ ചിലപ്പോൾ എടുത്ത് കുറച്ച് പൈസ കൊടുക്കും. അങ്ങനെ ഒരു $5 അങ്ങാണ്ട് ചെക്ക് കൊടുത്തു. എന്നിട്ട് വൈകുന്നേരം മീറ്റിങ്ങിന് പോയിരുന്നപ്പോ, ഇവിടെ നമ്മളെ 12 പടികളും പാരമ്പര്യങ്ങളും എന്ന പുസ്തകത്തിലെല്ലാം അത് എഴുതിയിട്ടുണ്ട്. അന്ന് വൈകുന്നേരം മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ മീറ്റിംഗിൽ സെക്രട്ടറി പറഞ്ഞു, നോക്കണേ, നമുക്ക് ഈ സ്ഥലത്തിന് വാടക കൊടുക്കാൻ പൈസയില്ല. നിങ്ങൾ ഇന്ന് കിറ്റി പാസ് ചെയ്യുമ്പോൾ, അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഹാറ്റ് എന്നാണ്, അന്നത്തെ കാലത്ത് തൊപ്പി. അപ്പോ ഇങ്ങനെ കിറ്റി പാസ് ചെയ്ത് അടുത്ത് എത്തിയപ്പോ ബിൽ വിൽസൺ അടുത്തിരിക്കുന്ന ഒരാളെ ഭയങ്കരമായിട്ട് 12 സ്റ്റെപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഒന്ന് ഉപദേശിച്ച് റെഡിയാക്കിക്കൊണ്ടിരുന്നു. അപ്പൊ പോക്കറ്റിലേക്ക് കൈയിട്ടു. തപ്പി നോക്കിയപ്പോ 50-ന്റെ 100-ന്റെ നോട്ടുണ്ട്, തൊട്ടില്ല. അവസാനം 10 രൂപയുടെ ഒരു കോയിൻ 10 രൂപയുടെ കോയിൻ എടുത്ത് കിറ്റിയിൽ ഇടാൻ നോക്കി. 10 രൂപ കോയിൻ നോക്കിയപ്പോഴും അയാളുടെ കൈ സഹിച്ചില്ല. ഇത് ഒത്തിരി വലിയ കോയിൻ ആയിപ്പോയല്ലോ നോക്കിയിട്ട് തപ്പി തടഞ്ഞ ഒരു 50 പൈസയുടെ തുട്ടെടുത്ത് ആ കിറ്റിയിലിട്ടു. ആ കിറ്റിയിൽ 50 പൈസയുടെ തുട്ടിട്ടപ്പോ അയാൾ അവിടെ എഴുതിയിരിക്കുന്നത് ഒരു ചെറിയ ശബ്ദം പോലും ഉണ്ടായില്ലെന്ന്. 50 പൈസയൊന്നും ആയില്ല, അവിടെ എഴുതിയിരിക്കുന്ന ഡോളറിന്റെ കണക്കാണ്. എനിക്ക് ഈ ഡോളറിന്റെ കണക്ക് അറിഞ്ഞൂടാ, അതുകൊണ്ടാണ് ആശയം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാ എനിക്കും അതേ മനസ്സിലാവുള്ളൂ. വ്യക്തമാണ്. ആ 10 രൂപയുടെ കോയിനും മാറ്റിയിട്ടിട്ട് 50 പൈസയുടെ തുട്ടെടുത്തിട്ടു. അതിൽ ആ കിറ്റിയിൽ ആ പൈസ പോയി വീണപ്പോ എഴുതിയിരിക്കുന്ന ഒരു കമന്റ് ഉണ്ട്. നേർത്ത ശബ്ദം മാത്രമേ ഉണ്ടായിരുന്നു. അക്കാലത്ത് ഹാറ്റില് ഒരു നോട്ട് പോലും വീഴില്ലായിരുന്നെന്നാണ്. കാരണം അംഗങ്ങള് നമ്മള് മരത്തില് തൊലി ഒട്ടിയിരിക്കുന്നത് പോലെ പണം നമ്മളെ കിറ്റിയിലോട്ട് ഇടില്ല. എന്നിട്ട് അതും പോരാഞ്ഞിട്ട് അന്നത്തെ ദിവസം ബിൽ വിൽസൺ സാറ്റർഡേ ഈവനിങ് നമ്മുടെ ആ പത്രത്തില്, സാറ്റർഡേ ഈവനിങ് പോസ്റ്റ് എന്ന് പറയുന്ന പത്രത്തില് ആൽക്കഹോളിക്സ് അനോണിമസിനെ കുറിച്ച് വാർത്ത വരികയും പിന്നെ ഒരുപാട് മറുപടികൾ എഴുതാൻ വേണം, പൈസ വേണം. അതുകൊണ്ട് റിക്കവറി നിൽക്കുന്ന കള്ളുകുടിയന്മാരുടെ അടുത്ത് $1 സംഭാവന ഗ്രൂപ്പിൽ ചോദിച്ചെന്നല്ല, പൈസ കിട്ടിയില്ല. അപ്പൊ അതിലൊക്കെ വലിയ വിഷമിച്ചിരിക്കുകയാണ് ബിൽ വിൽസൺ. അപ്പോഴാണ് $5 റിലാപ്സ് കേസിന് കൊടുത്തത്. എന്നിട്ട് വൈകുന്നേരം കിറ്റി പോയപ്പോഴത്തേക്ക് ആ സെക്രട്ടറി അനൗൺസ് ചെയ്തു, ദയവേത് സ്ഥലവാടക കൊടുക്കാൻ പൈസയില്ല. അപ്പോഴും ബിൽ വിൽസൺ ചെയ്തത് ഇതാണ്. അദ്ദേഹം പെട്ടെന്ന് മനസ്സിലാക്കി, ഇത് ഈഗോയെ ഫീഡ് ചെയ്യുന്ന
ഞാനെന്നുള്ള അഹത്തിനെ, എൻ്റെ അഹംഭാവത്തിനെ പിന്നെ വളർത്തുന്ന ഒരു നടപടിയാണ് ആ $5 എടുത്തു കൊടുത്തത്. എന്നിട്ട് എന്താണ് ഈശ്വരന്റെ ഒരു നിയോഗം പോലെ ആ മനുഷ്യൻ തിരിച്ചറിയുകയാണ് ഈ ആൽക്കഹോളിക്സ് അനോണിമസ് പണവുമായിട്ട് മിങ്കിൾ ചെയ്യുന്ന ഏറ്റവും മെച്ചപ്പെട്ട സ്ഥലം ആൽക്കഹോളിക്സ് അനോണിമസിന്റെ കിറ്റിയിലാണെന്നുള്ളത് തിരിച്ചറിഞ്ഞു. ഇത് രണ്ടാമത്തെ ഇൻസിഡന്റ് ആണ്. ഈ ഇന്ന് കാണുന്ന 7ാമത്തെ പാരമ്പര്യത്തിലേക്ക് എത്തുന്ന രണ്ടാമത്തത്. മറ്റൊന്ന്, ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ട്രസ്റ്റ്, നമ്മൾ ഈ ജനറൽ സർവീസ് ഓഫീസ് എന്ന് പറയുന്നത് അന്ന് ട്രസ്റ്റീസ് ഓഫ് അവർ ഫൗണ്ടേഷൻ എന്ന ഫൗണ്ടേഷൻ ഓഫീസാണ്, GSO ഓഫീസ് എന്ന് പറയുന്നത്. അങ്ങനെ ഇരുന്നപ്പോ ഒരു ദിവസം ഒരു അമ്മുമ്മ മരണപ്പെട്ടു പോയി. അമ്മുമ്മ മരിച്ചപ്പോ അവരുടെ വിൽപത്രം എഴുതി വെച്ചിരുന്നു. ആ വിൽപത്രത്തിൽ വലിയ ഒരു തുക, ഒരു $10,000 എന്ന് പറയുന്ന ഒരു സംഖ്യ അവരെ വിൽപത്രത്തിൽ ആൽക്കഹോളിക്സ് അനോണിമസിന് എഴുതി വെച്ചിരിക്കുന്നു. ആ പൈസ നമുക്ക് കിട്ടും. അപ്പൊ ആ പൈസ വേണോ വേണ്ടയോ എന്നുള്ള ഒരു ചർച്ച വന്നു. അതിനു മുമ്പ് ആ പൈസ നമുക്കുണ്ടെന്ന് വിൽപത്രം എഴുതി വെച്ചിരിക്കുന്ന അറിഞ്ഞപ്പോ തന്നെ നമുക്ക് ഒരു സമ്മാനം വേണ്ടി തരികയല്ല. അപ്പൊ ഒരു തർക്കം, ഒരു ചർച്ച വന്നു. അതായത് അന്ന് ഫൗണ്ടേഷൻ ഓഫീസ് നടത്തിക്കൊണ്ടുപോകാൻ വളരെ പ്രയാസമാണ്. ഗ്രൂപ്പുകൾ ആവശ്യത്തിന് പൈസ നമ്മുടെ പിന്നെ ജനറൽ സർവീസ് ഓഫീസിനെ അല്ലെങ്കിൽ ഫൗണ്ടേഷൻ ഓഫീസിനെയോ കൊടുക്കുന്നില്ല. ആകപ്പാടെ കിട്ടുന്ന, ആ കാലത്ത് കിട്ടുന്നത് പുസ്തകം വിറ്റുള്ള, ബിഗ് ബുക്ക് വിറ്റുള്ള കുറച്ച് പൈസയാണ് ഇത് നടത്തിക്കൊണ്ടുപോകാൻ കിട്ടുന്നത്. അപ്പൊ ആ സമയത്ത് ഇത്തരത്തിലുള്ള ഒരു $10,000 പൈസ കിട്ടിയാൽ അത് വളരെ നന്നായിരിക്കുമെന്ന് കുറെ അംഗങ്ങൾ സംസാരിച്ചു. കാരണം ആൽക്കഹോളിക്സ് അനോണിമസിന് പ്രവർത്തിക്കാൻ പൈസ വേണം എഫക്റ്റീവായിട്ട്. ഇപ്പൊ ഒരാൾ $10,000 കൊടുത്തു എന്നുള്ളത് പുറം ലോകം അറിയുമ്പോഴത്തേക്ക് ഇനിയും 10,000-കണക്കിന് ആൾക്കാർ ഇത്തരത്തിലുള്ള ഒരു നല്ല സംഘടനയ്ക്ക് പണം കൊടുക്കും. അതുകൊണ്ട് ഇത് വാങ്ങിക്കണമെന്നൊരു വിഭാഗം. എന്നിട്ട് ഈ എ കംസ് ഓഫ് ഏജിലെ 113ാമത്തെ പേജിൽ എഴുതിയിരിക്കുന്നു, then came the opposition. ആൽക്കഹോളിക്സ് അനോണിമസിലല്ല, നമ്മുടെ മലയാളത്തിൽ ഒരു വാക്കുണ്ട്, അമ്മയെ തല്ലിയാലും 2 പക്ഷം. പക്ഷെ ആൽക്കഹോളിക്സ് അനോണിമസില് മൈനോറിറ്റി എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. അത് സാധാരണ ഈ പൊളിറ്റിക്കൽ പാർട്ടിയിലോ ഔട്ട്സൈഡ് ഏരിയയിലോ മനസ്സിലാക്കുന്ന ഒരു വിഭാഗമല്ല. ഇവിടെ മൈനോറിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ആൽക്കഹോളിക്സ് അനോണിമസിൽ വ്യക്തമായിട്ട് നമ്മൾ ആ മൈനോറിറ്റീസിനെ കേൾക്കും. അത് ഒരു വല്ലാത്ത ഒരു എക്സ്പീരിയൻസ് ആണ്. അപ്പോ then came the opposition. ഈ വാദങ്ങൾക്ക് ഒരു എതിർവാദം വന്നു. അവര് പറഞ്ഞു, അവര് പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി പറഞ്ഞത്, ഈ പണത്തിന്റെ ഈ $10,000 വന്ന് പറഞ്ഞപ്പോ സത്യം പറഞ്ഞാൽ ആ അംഗങ്ങളുടെ വിസ്ഡം, അവരുടെ വിവേകത്തിന് അത് ദൈവീകമായിട്ടുള്ള ഒരു വലിയ ദാനമായിട്ടാണ് ഞാൻ കാണുന്നത്. ഈ കംസ് ഓഫ് ഏജിൽ എഴുതി വെച്ചിരിക്കുന്നത് ഈ $10,000 അത് വേണോ വേണ്ടെന്ന് പറഞ്ഞപ്പോ എതിർത്തവർ പറഞ്ഞത്, ഇത് ആദ്യത്തെ കവിൾ മദ്യം പോലെയാണ് ഈ $10,000. ആദ്യത്തെ കവിൾ മദ്യം എടുത്തു കഴിഞ്ഞാൽ പിന്നെ പിന്നെ എന്താണ് ഒരു ക്രേവിങ് വരും. ആ ക്രേവിങ്ങിനെ തുടർന്ന് ഒരു തകർച്ചയുടേതായിട്ടുള്ള ഒരു ശൃംഖല തന്നെ, സംഭവ പരമ്പരകളുടെ ഒരു ശൃംഖല ഉണ്ടാവും. നമ്മുടെയൊക്കെ കുടിജീവിതത്തിൽ അത് ഉണ്ടായിട്ടുള്ളതാണ്. ഫസ്റ്റ് പെഗ് അതങ്ങോട്ട് കഴിക്കുന്നതും പിന്നെ അങ്ങോട്ട് ഒരു ട്രെയിൻ വന്ന് ഇടിക്കുന്നത് പോലെ ഉള്ള സംഭവ പരമ്പരകൾ. അവര് ആ അനുഭവത്തോട് ചേർത്ത് വെച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ പുറമേ നിന്നുള്ള ഈ $10,000 എടുക്കരുത്. അത് എടുത്തു കഴിഞ്ഞാൽ ഇനി ഒരുപാട് പണം വരും. ആ പണത്തിനെ ചൊല്ലി, അധികാരത്തിനെ ചൊല്ലി, വസ്തുവകകളെ ചൊല്ലി നമ്മൾ തമ്മിലടിക്കുകയും ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രൈമറി പർപ്പസ് ഗ്രൂപ്പുകളിലൂടെ, ഗ്രൂപ്പിന്റെ പ്രൈമറി പർപ്പസ് ആയിട്ടുള്ള എയുടെ സന്ദേശം സ്റ്റിൽ സഫറിംഗ് ആയിട്ടുള്ള മറ്റൊരു മദ്യാസക്തനിൽ എത്തിക്കുക എന്നുള്ള ആ പ്രാഥമിക ഉദ്ദേശത്തിൽ നിന്നും വ്യതിചലിക്കും. അതുകൊണ്ട് ഈ പണം വാങ്ങരുത്. അപ്പൊ ഈ ചർച്ച നടന്നപ്പോൾ തന്നെ നമ്മുടെ ചരിത്രത്തില് നമ്മുടെ ബോർഡ് ഓഫ് ട്രസ്റ്റീസ് അവര് ചരിത്രത്തില് ഒരു തിളക്കമാർന്നിട്ടുള്ള ഒരു പേജ് എഴുതി വെച്ചു. അവര് നമ്മുടേതായിട്ടുള്ള ഒരു ദാരിദ്ര്യത്തിൽ തുടരണമെന്നും നമ്മുടെ ദൈനംദിന ചെലവുകൾ
കഴിഞ്ഞ് ഒരല്പം പ്രൂഡന്റ് റിസർവ് മാത്രം വെച്ച് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ട്രഷറികൾ, ഗ്രൂപ്പ്, ജനറൽ സർവീസ് ഓഫീസ്, ഇന്റർ ഗ്രൂപ്പ്, ഏരിയ കമ്മിറ്റി, ഡിസ്ട്രിക്ട് കമ്മിറ്റി, ഏത് സർവീസ്, കൺവെൻഷൻ കമ്മിറ്റികൾ, ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഖജനാവ്, അത് നമ്മൾ അത്യാവശ്യ കാര്യങ്ങൾ നടത്താനുള്ള പണം സംഭരിച്ചു വെച്ചിട്ട് ഒരല്പം പ്രൂഡന്റ് റിസർവ്, ഒരു ജനറൽ സർവീസ് ഓഫീസ് ആണെങ്കിൽ ഒരു 4-5 മാസത്തെ ജീവനക്കാരുടെ ശമ്പളം, അങ്ങനെ അത് നമ്മുടെ ഡെലിഗേറ്റ്സ് ഡിസൈഡ് ചെയ്യും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സാമ്പത്തികം, ആ ഒരു പ്രൂഡന്റ് റിസർവ് മാത്രം വെച്ച് മുന്നോട്ട് പോയാൽ മതി എന്നുള്ളത് ഈ 3 സംഭവങ്ങളിലൂടെ നമ്മൾ ഇന്ന് കാണുന്ന ആൽക്കഹോളിക്സ് അനോണിമസിന്റെ 7ാമത്തെ പാരമ്പര്യത്തിൽ എത്തിച്ചേർന്നു. അപ്പോ സ്വയം പര്യാപ്തത എന്നുള്ള ഒരു കൺസെപ്റ്റ്, അത് ആ കൺസെപ്റ്റിലേക്ക് എത്തിച്ചേരുന്ന ആൽക്കഹോളിക്സ് അനോണിമസിന്റെ സംഭവങ്ങൾ അത് എന്തായാലും ഇങ്ങനെയാണ്. അപ്പൊ ഇന്ന് രാവിലെ ഞാൻ ജനറൽ സർവീസ് ഓഫീസിലെ എൻ്റെ ഒരു സുഹൃത്തിനെ വിളിച്ചു. എന്നിട്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിച്ചു, ഒരു അംഗത്തിന് ഒരു സാമ്പത്തിക വർഷം ഇന്ത്യയിൽ ജനറൽ സർവീസ് ഓഫീസിൽ എത്ര രൂപ സംഭാവന തരാം? അപ്പോൾ എനിക്ക് നേരത്തെ അറിയാവുന്നത് 20,000 രൂപയായിരുന്നു. പക്ഷെ ഇന്ന് ആ വ്യക്തി എൻ്റെ അടുത്ത് പറഞ്ഞത്, ഒരു അംഗത്തിന്, ഒരു ഇൻഡിവിജ്വലിന്, അയാൾക്ക് ആൽക്കഹോളിക്സ് അനോണിമസിന് നമ്മുടെ ജനറൽ സർവീസ് ഓഫീസിലേക്ക് സംഭാവന ചെയ്യാൻ കഴിയുന്ന മാക്സിമം തുക 60,000 റുപ്പീസാണ്, 60,000 രൂപ. ഇനി ആൽക്കഹോളിക്സ് അനോണിമസിലെ ഏത് കോടീശ്വരൻ വന്നാലും ശരി, നോട്ട് കെട്ട് അടുക്കി വെച്ചാലും ശരി, അയാളുടെ കയ്യിൽ നിന്ന് ഒരു സാമ്പത്തിക വർഷം ആൽക്കഹോളിക്സ് അനോണിമസ് 60,000 രൂപയെ വാങ്ങിക്കും. അപ്പോ ബാക്കി പൈസ എന്ന് വെച്ചാൽ താങ്കളുടെ കൈ വെച്ചേക്കാൻ പറയും, കാരണം നമുക്ക് അതിന്റെ ആവശ്യമില്ല. അതുപോലെ തന്നെ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഗ്രൂപ്പിൽ ഏതെങ്കിലും ഒരു അംഗത്തിന്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഇതൊന്നും തന്നെ നമ്മൾ അമിതമായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള ബാധ്യത വെക്കില്ല. കാരണം അങ്ങനെ സാമ്പത്തികമായിട്ട് നമ്മൾ ബാധ്യത വെച്ചാൽ ആ വ്യക്തികളോ ആ സംഘടനകളോ അവരെ നമ്മളെ സ്വാധീനിക്കുകയും നമ്മുടെ പ്രൈമറി പർപ്പസിൽ നിന്ന് നമ്മെ വ്യതിചലിപ്പിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. അപ്പോ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ 7ാമത്തെ പാരമ്പര്യത്തെ കുറിച്ച് ഓരോ ഏകവും സ്വയം പര്യാപ്തത പാലിക്കുന്നതോടൊപ്പം തന്നെ പുറമേ നിന്നുള്ള സാമ്പത്തിക സഹായം നിരസിക്കുകയും ചെയ്യണമെന്നുള്ള ഒരു ആ പാരമ്പര്യത്തിന്റെ ഷെയറിങ്ങിന്റെ അതിന്റെ അവസാനമാണ്. അപ്പോൾ ഈ ലാസ്റ്റ് പാരഗ്രാഫില് ഈ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ചരിത്രത്തിൽ തിളക്കമാർന്ന, നമ്മുടെ ട്രസ്റ്റ് അംഗങ്ങൾ എയുടെ ചരിത്രത്തിൽ ഒരു തിളക്കമാർന്ന താളെഴുതി. എപ്പോഴും ദരിദ്രമായിരിക്കണമെന്ന തത്വത്തെ അവർ പുനഃപ്രഖ്യാപിച്ചു. അധികം ചിലവുകളില്ലാതെയും വിവേകപൂർണമായ ഒരു കരുതൽ ശേഖരത്തോടും കൂടിയാണ് ഫൗണ്ടേഷന്റെ സാമ്പത്തിക നയം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഈ ഉത്തരവാദിത്വഹീനന്മാർ ഉത്തരവാദിത്വമുള്ളവരായിരിക്കുമെന്ന് അവർ പ്രസ്താവിച്ചു. ഇത് ഒരു കാലഘട്ടം മിക്കവാറും മറന്നു കഴിഞ്ഞിരുന്ന ഒരു ആദർശം ആൽക്കഹോളിക്സ് അനോണിമസ് പുനർജീവിപ്പിച്ചു. ഇത് പറഞ്ഞിട്ട് ആ ട്രഡീഷൻ അവസാനിപ്പിക്കുന്നു. അപ്പോ ഈ പാരമ്പര്യത്തെ കുറിച്ചുള്ള എൻ്റെ ഷെയറിങ്ങും ഞാൻ അവസാനിപ്പിക്കുന്നു. താങ്ക് യു.